അഞ്ചാം അധ്യായം ക്രൈസ്തവ സ്വാധീനം കേരള സംസ്കാരത്തിൽ. കേരളത്തിലെ പ്രാചീന ക്രൈസ്തവരെക്കുറിച്ചും അവർ കേരള സംസ്കാരത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചുമാണ് ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്തിൻ്റെ ഈ ലേഖനം. കേരളത്തിലെ പ്രാചീന ക്രൈസ്തവരെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കോസ്മോസിൻ്റെ ഗ്രന്ഥത്തിലാണ്. കേരളത്തിലെ ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് അന്നത്തെ നാടുവാഴികൾ പല ആനുകൂല്യങ്ങളും കൊടുത്തിരുന്നതായി രേഖകൾ ഉണ്ട്. ഉദാഹരണത്തിന് തരിസാപ്പള്ളി ചെപ്പേടുകൾ, താഴേക്കാട്ട് ശാസനം, വീരരാഘവ പട്ടയം മുതലായവ. ഇവയെല്ലാം കൊടുത്തിരിക്കുന്നത് അവരുടെ നാടിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഇവർ നൽകിയ സംഭാവനകളുമായി ബന്ധപ്പെട്ടാണ്. പാശ്ചാത്യരുടെ വരവിന് മുമ്പ് കേരളത്തിലെ ക്രൈസ്തവർ എന്നാൽ പേർഷ്യയിൽ നിന്നും മറ്റ് ഉത്തര ദിക്കുകളിൽ നിന്നും കുടിയേറി പാർത്ത നെസ്തോറിയൻ ചിന്താഗതിക്കാരും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തവരും ആയിരുന്നു. അവരുടെ ഭാഷ പുരോഹിത ഭാഷയായ സുറിയാനി ആയിരുന്നു. ഇവരെക്കുറിച്ച് റാംസെ മാർക്ക് ഡൊണാൾഡും സാമുവൽ മറ്റീറും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹൈന്ദവ ക്രിസ്ത്യാനികൾ എന്നാണെന്ന് ഡോക്ടർ ജോൺ രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ അക്കാലത്തെ ഹൈന്ദവരുടെ സകല അനാചാരങ്ങളും അനുവർത്തിച്ചിരുന്ന ഇവർ അന്നത്തെ ചാതുർവർണ്ണ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായ വൈശ്യ സ്ഥാനം അലങ്കരിച്ചിരുന്നുവെന്ന് കാണാം. ഒരു കൈയിൽ വാളും മറുകൈയിൽ കുരിശുമായി വന്ന പോർച്ചുഗീസുകാരുടെ വരവോടെ കേരളത്തിൻ്റെ സാമൂഹ്യാന്തരീക്ഷം മാറി. 1599 ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനകൾ അക്കാലത്തെ സാമൂഹികമായി അധപ്പതിച്ച ക്രൈസ്തവ സംസ്കാരത്തെക്കുറിച്ചും സാധാരണ ജനങ്ങളുടെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചും അറിയുന്നതിനുള്ള വിലപ്പെട്ട രേഖയാണെന്ന് ഡോക്ടർ ജോൺ ഈ ലേഖനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ക്രൈസ്തവ സ്വാധീനം കേരള സംസ്കാരത്തിൽ. തോമസ് അപ്പസ്തോലന്റെ കേരള സന്ദർശനം കെട്ടുകഥയായി കാണുന്ന എഴുത്തുകാരൻ. ഉത്തരം TK ജോസഫ്. കേരളത്തിലെ പ്രാചീന ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് നാമമാത്രമായ പരാമർശം നൽകുന്ന ഏറ്റവും പഴയ ഒരു ചരിത്രരേഖ ഏത് നൂറ്റാണ്ടിലാണ് നമുക്ക് ലഭിക്കുന്നത്? ഉത്തരം 6-ാം നൂറ്റാണ്ടിൽ. 6-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ചരിത്രരേഖ. ഉത്തരം ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി. ഈ ചരിത്രരേഖ രചിച്ചതെന്ന്? ഉത്തരം AD 535. മധ്യകാല ക്രൈസ്തവ സംസ്കാരത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ നമുക്ക് ഇന്നുള്ള ഏറ്റവും പ്രാമാണികമായ രേഖ ഏത്? ഉത്തരം 1599 ഉദയംപേരൂർ സുനഹദോസിന്റെ കാനോനകളാണ്. പാശ്ചാത്യരുടെ ആധിപത്യത്തിന് മുൻപ് കേരളത്തിലെ ക്രൈസ്തവർ ഏത് സഭയുടെ ആധിപത്യത്തിലായിരുന്നു? ഉത്തരം ബാബിലോണിയൻ. ഏത് കാലഘട്ടത്തിനു മുൻപുള്ള കേരള ക്രൈസ്തവ സഭയെ മിഷണറി എന്ന് വിശേഷിപ്പിക്കാനാവില്ല? ഉത്തരം പോർച്ചുഗീസ്. റാംസെ മാർക്ക് ഡൊണാൾഡും സാമുവൽ മറ്റീറും കേരളത്തിലെ ക്രിസ്ത്യാനികളെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം ഹൈന്ദവ ക്രിസ്ത്യാനികൾ. ഇന്നത്തേതുപോലുള്ള പാശ്ചാത്യ ദേവാലയങ്ങൾക്ക് കേരളത്തിൽ അസ്ഥിവാരമിട്ടത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. മധ്യകാല കേരളത്തിൽ പള്ളി എന്ന പദം ഡാഷ് എന്ന അർത്ഥത്തിലാണ് പ്രയോഗത്തിലിരുന്നത്? ഉത്തരം സെറ്റിൽമെന്റ്. 1599 ഏത് മെത്രാപ്പോലിത്ത വിളിച്ചുകൂട്ടിയ സുനഹദോസ് ആണ് ഉദയംപേരൂർ സുനഹദോസ്? ഉത്തരം അലക്സിസ് മെനസിസ് മെത്രാപ്പോലിത്ത. ഏത് കാലഘട്ടത്തിലാണ് വ്യക്തികൾ ആയുധം കൊണ്ട് നടക്കുന്നത് നിരോധിച്ചത്? ഉത്തരം പോർച്ചുഗീസ്. ക്രൈസ്തവർക്കിടയിൽ നടമാടിയിരുന്ന ജാതിമത ഭേദത്തിനും ഉച്ച നീചത്വങ്ങൾക്കുമെതിരെ കേരളത്തിലുണ്ടായ ആദ്യത്തെ ഡോക്യുമെന്റ് ആണ് ഡാഷ്. ഉത്തരം ഉദയംപേരൂർ സുനഹദോസിലെ കാനോനകൾ.
കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ സമ്പ്രദായത്തിന്റെ കടയ്ക്കൽ ആദ്യമായി ആഞ്ഞു വീശിയ മൂർച്ചയുള്ള കോടാലിയായിരുന്നു ഡാഷ് കൽപ്പനകൾ. ഉത്തരം ഉദയംപേരൂർ സുനകദോസിലെ. മധ്യകാല ക്രൈസ്തവ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഏറ്റവും വിലപ്പെട്ട രേഖയാണ് ഡാഷ്. ഉത്തരം ഉദയംപേരൂർ സുനകദോസിലെ കാനോനകൾ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാർഡ് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.